തീരദേശ മേഖലയിൽ ഇനി വറുതിയുടെ നാളുകൾ. ജൂൺ 9 അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരും. ജൂലൈ 31 വരെയുള്ള 52 ദിവസക്കാലമാണ് ഇത്തവണത്തെ ട്രോളിംഗ് നിരോധനം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188 8547349188. കടലിലെ മീൻ ലഭ്യതക്കുറവും പ്രതികൂല കാലാവസ്ഥയും കാരണം 2 മാസത്തോളമായി പ്രതിസന്ധിയിലായ കാസർഗോഡ് ജില്ലയിലെ മത്സ്യബന്ധന മേഖല ഇനി കൂടുതൽ ദുരിതത്തിലാകും. ഇത്രയും കാലം ബോട്ടുകൾ കടലിൽ പോകുന്നതല്ലാതെ കാര്യമായ കോളുകളൊന്നും ലഭിക്കാതെ കടുത്ത നിരാശയിലാണ് തൊഴിലാളികൾ മടങ്ങി വന്നിരുന്നത്. ഇതിനിടയിൽ ട്രോളിംഗ് നിരോധനം കൂടിയാകുമ്പോൾ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകും. മീൻപിടുത്ത ബോട്ടുകൾക്കും ഇൻബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ച വലിയ വള്ളങ്ങൾക്കുമാണ് കടലിൽ ഇറങ്ങുന്നതിന് നിരോധനം. ജില്ലയിൽ 100-ലധികം മീൻപിടുത്ത ബോട്ടുകളും 45ഓളം ഇൻബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ച വള്ളങ്ങളും മത്സ്യബന്ധനം നടത്തുന്നുണ്ട്. മടക്കര, കസബ, മഞ്ചേശ്വരം തുടങ്ങിയ മീൻപിടുത്ത തുറമുഖങ്ങളും ഏതാനും മത്സ്യബന്ധന കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ചാണ് ഇവ മത്സ്യബന്ധനം നടത്തുന്നത്. ഇതിലെ 100 കണക്കിന് തൊഴിലാളികൾക്ക് പുറമെ ആയിരക്കണക്കിന് അനുബന്ധ തൊഴിലാളികളും ഈ രംഗത്തുണ്ട്. ട്രോളിംഗ് നിരോധനം നിലനിൽക്കുന്ന നീണ്ട 52 ദിവസം എങ്ങനെ തള്ളി നീക്കണമെന്ന ചിന്തയിലാണ് ഇവർ. ഈ കാലയളവിൽ തൊഴിലാളി കുടുംബത്തിന് സർക്കാർ സൗജന്യ റേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും മറ്റു ചെലവുകൾക്ക് എന്തു ചെയ്യണമെന്ന ചോദ്യവും തൊഴിലാളികൾ ഉയർത്തുന്നുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് പരമ്പരാഗത വള്ളങ്ങൾക്കും ഔട്ട്ബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ച വള്ളങ്ങൾക്കും മത്സ്യബന്ധനം നടത്തുന്നതിന് വിലക്കില്ല. മത്സ്യവില്പന തൊഴിലാളികൾക്ക് ഇനി ഇവരാണ് ആശ്രയം. പൊതുവേ മീൻ കുറവായിരിക്കും. ചെറിയ ബോട്ടുകാരൊന്നും പോകില്ല. ചെറിയ ചെറിയ വള്ളക്കാർ മാത്രമേ പോകൂ. അപ്പം ചെറിയ വള്ളക്കാർക്ക് മീനുണ്ടെങ്കിൽ പണിയുണ്ടാവും. അല്ലാതെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെച്ചാൽ ബോട്ടുകാരൊന്നും പോകാത്തതുകൊണ്ട് ചെറിയ വള്ളം പോകുന്നതുകൊണ്ട് മീൻ കുറവായിരിക്കും. ചെറിയ ചെറിയ കച്ചവടക്കാർക്കെല്ലാം ബുദ്ധിമുട്ടായിരിക്കും. കാലാവസ്ഥ നല്ല അനുകൂലമാണെങ്കിൽ മീനുണ്ടാവും. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ മീൻ കുറവായിരിക്കും. കടലിലെ പട്രോളിങ്ങിനും രക്ഷാപ്രവർത്തനങ്ങൾക്കും മടക്കര, മഞ്ചേശ്വരം തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് പട്രോളിംഗ് ബോട്ടും കീഴൂർ കേന്ദ്രീകരിച്ച് ഫൈബർ തോണിയും സജ്ജമാക്കിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾക്ക് സീ റെസ്ക്യൂ ഗാർഡ്, കോസ്റ്റൽ പോലീസ്, മറൈൻ എൻഫോഴ്സ്മെന്റ് എന്നിവരുടെ സേവനവും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.